بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീക്കോടുകൂടി 3 നോമ്പ് പൂർത്തിയാക്കി 4ാമത്തേത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് നമ്മളൊക്കെ. നമ്മുടെ നോമ്പ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. വളരെ കുറച്ചു സമയം, ഏതാനും ചില കാര്യങ്ങളാണ് ഗൗരവത്തിൽ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രവാസികളായി നമ്മളൊക്കെ ഇവിടെ എത്തിയതും ഇവിടെ കുടുംബത്തെ, നാടിനെയൊക്കെ വിട്ട് ജീവിക്കേണ്ട അനിവാര്യതയുമൊക്കെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബത്തിൻ്റെ, നാടിൻ്റെ സുഖത്തിന് വേണ്ടിയാണ്. പണം സമ്പാദിക്കാനും ആളുകളിൽ നിന്ന്, യാചനയിൽ നിന്ന് രക്ഷപ്പെടാനും കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുമൊക്കെയുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ പ്രയാസപ്പെട്ടാലും എൻ്റെ കുടുംബത്തെ പ്രയാസങ്ങളൊന്നും ബാധിക്കരുത് എന്ന ചിന്തയിൽ നമ്മളിവിടെ ജോലി ചെയ്യുന്നത്. നിസ്സാരമായ ഒരു കാര്യമല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ ഒരു തടിച്ച സ്വഹാബി, ആരോഗ്യമുള്ള സഹാബി നടന്നു പോകുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള മറ്റുള്ള സഹാബികളൊക്കെ പറഞ്ഞു, റസൂലേ, ഇത്രമാത്രം വലിയ ആരോഗ്യമുള്ള ആ മനുഷ്യൻ്റെ ശരീരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയായിരുന്നുവെങ്കിൽ എത്ര കൂലി കിട്ടുമായിരുന്നു അദ്ദേഹത്തിന്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്താ കരുതിയത്? ആ ആരോഗ്യമുള്ള തടിച്ച മനുഷ്യൻ ധൃതി കാണിച്ച് നടന്നു പോകുന്നത് തൻ്റെ കുടുംബത്തെ യാചനയിൽ നിന്നും, കളവിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ജോലിക്ക് പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ ജിഹാദ് ചെയ്യുന്നതിൻ്റെ കൂലിയാണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. അഥവാ ഒരാൾ അധ്വാനിക്കുന്നത്, ഒരാൾ ജോലിക്ക് പോകുന്നത്, ഗൾഫിൽ വന്നോ ഗൾഫിൽ വരാതെയോ എവിടെയാകട്ടെ ഒരാൾ ജോലിക്ക് പോകുന്ന ഒരു പുരുഷൻ, ഒരു വ്യക്തി, ആ ജോലിക്ക് പോകുന്നത് ഞാൻ മോഷണത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, യാചനയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, കടത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം, ഈ നിയ്യത്തിലാണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്നതെങ്കിൽ നാം ചെയ്യുന്ന ജോലിയുടെ കൂലി നിസ്സാരമല്ല. നമ്മുടെ നേതാവ് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജിഹാദിന് പോയി ആ ജിഹാദിന് സ്വഹാബിക്ക് എത്ര കൂലി കിട്ടുമോ ആ കൂലിയാണ് സഹോദരങ്ങളെ നമ്മൾക്കൊക്കെ ലഭിക്കുന്നത്. ഈ നിയ്യത്തോടെയാണെങ്കിൽ അള്ളാഹു ആ കൂലി നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. നാം ജോലിക്ക് വരുന്നു, നാം ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, നാട്ടിലേക്ക് മാസത്തിൽ നാം പണമയക്കുന്നു. അത് മുഖേന എൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കുമ്പോഴും എൻ്റെ ഭാര്യ ഒരു ഉരുളച്ചോറ് എൻ്റെ ഭാര്യയുടെ വായിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴും ദാനധർമ്മത്തിൻ്റെ കൂലി അധ്വാനിച്ച ഭർത്താവിന്
അത് പണമായി അയച്ചു കൊടുത്ത ഭർത്താവിന് ഒരു വ്യക്തിക്ക് ലഭിക്കാതിരിക്കുന്നില്ല. അതുകൊണ്ട് നാം ജോലി ചെയ്യുന്നത് കേവലം ഒരു ഭൗതികപരമായ ഭാര്യയോടും മക്കളോടുമുള്ള ഭൗതിക കടമയോടൊപ്പം അതിനേക്കാൾ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് കൂലി കിട്ടുന്ന ഒരു ഇബാദത്താണ് എന്ന നിലയിലാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ ചെയ്യേണ്ടത്. അതല്ല എൻ്റെ വിഷയം. നമ്മളൊക്കെ പ്രവാസികളായി ഈ സമ്പത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ വന്നത്. പണം സമ്പാദിക്കണം. ഇതിനു വേണ്ടി വരുമ്പോൾ ആദ്യ നാളുകളിൽ നല്ല കഫീലിനെ കാണുന്നു, അതല്ല നല്ല ജോലി തിരയുന്നു. ജോലി വിചാരിച്ചതൊന്നും ലഭിക്കാതിരിക്കുമ്പോൾ എല്ലാവർക്കും നമ്മളൊരു ഭാരമായി മാറുന്നു പോയെന്ന് പേടിക്കുമ്പോൾ എന്നെ കൊണ്ടുവന്നവർക്ക്, എനിക്ക് റൂം നൽകിയവർക്ക്, ഭക്ഷണത്തിൽ എനിക്ക് സഹായം ചെയ്തവർക്ക്, അവർക്കൊക്കെ ഞാനൊരു ഭാരമായി പോകുമോ എന്ന ചിന്തകളൊക്കെയുള്ള ഈ പ്രവാസത്തിൻ്റെ ആദ്യ നാളുകൾ നാം പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹുവേ, നല്ലൊരു ജോലി എനിക്ക് നീ നൽകണേ. ആരോടും കൈനീട്ടാതെ, ആരുടെ മുമ്പിലും ആരുടെയും കാല് പിടിക്കാതെ, തലകുനിക്കാതെ അന്തസ്സിനും അഭിമാനത്തിനും നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി എനിക്ക് നൽകണമെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു സഹോദരങ്ങളെ. കരഞ്ഞു പ്രാർത്ഥിച്ചു. നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്തു. എന്തിനു വേണ്ടിയാ? പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷേ അള്ളാഹ് നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ, നമ്മെ ഒന്ന് റബ്ബ് പരീക്ഷണത്തിന് വേണ്ടി നമ്മുടെ കയ്യിലേക്ക് പണം തന്നപ്പോൾ പലപ്പോഴും നമ്മളാകെ മാറിപ്പോവുകയാണ്. അള്ളാഹിൻ്റെ ഖുർആൻ പറയുന്നില്ലേ, ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനായിത്തീരുന്നു. ഒന്നും കയ്യിലില്ലാത്തപ്പോൾ എത്രയാ അള്ളാഹിനോട് അവൻ ദുആ ചെയ്തത്? എന്തൊക്കെ പ്രയാസങ്ങളാ അള്ളാഹിനോട് അവൻ പറഞ്ഞത്? പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, നടത്തത്തിലും ഇരുത്തത്തിലും പ്രാർത്ഥിക്കുന്നു. അള്ളാഹ് കയ്യിൽ സമ്പത്ത് കൊടുത്തപ്പോഴോ കാശ് കൊടുക്കുന്തോറും അള്ളാഹിനെ മറന്നുകൊണ്ടേയിരിക്കുന്നു. എത്രയധികം സമ്പത്തിൻ്റെ കയ്യിൽ വരുന്നുവോ അത്രത്തോളം അള്ളാഹുവിനെ മറന്നു പോകുന്നു. അള്ളാഹ് പറയാ, ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. തീർച്ചയായും തൻ്റെ റബ്ബിനോട് മനുഷ്യൻ നന്ദി കെട്ടവനാകുന്നു. വ ഇന്നഹു അലാ ദാലിക ലഷഹീദ്. അതിനാരുമല്ല സാക്ഷി, അതിന് അവൻ തന്നെ സാക്ഷിയാ. സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അള്ളാഹ് പറഞ്ഞത് സത്യമല്ലേ? ഞാൻ സാക്ഷിയല്ലേ? എൻ്റെ കയ്യിൽ അധികാരം വന്നപ്പോൾ, എൻ്റെ കയ്യിൽ ജോലി വന്നപ്പോൾ, എൻ്റെ കയ്യിൽ സമ്പത്ത് വന്നപ്പോൾ എനിക്ക് ശ്വാസം കഴിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ തൗഫീക്ക് വേണം. ആ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെത്തി. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. മറ്റൊരു സൂറത്തിലൂടെ അള്ളത് പറയുന്നുണ്ട്. പരസ്പരം കുത്തിപ്പറയുന്നവന് നാശമാണ്. പരസ്പരം കുത്തിപ്പറഞ്ഞ് മോശപ്പെടുത്തുന്ന വ്യക്തികൾക്കൊക്കെ നാശമാണ്. അവൻ്റെ പ്രത്യേകത എന്താ? അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. പണമിങ്ങനെ എണ്ണി നോക്കുക, അതിങ്ങനെ കൂട്ടി അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കാശ് എണ്ണിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ, അവനെല്ലാവരെയും മോശക്കാരാണ്. അവനെല്ലാവരും അവഗണിക്കപ്പെടേണ്ടവരാ. ഞാൻ നേരത്തെ കേൾപ്പിച്ച വചനത്തിൻ്റെ ബാക്കിയും അള്ളാഹ് അത് തന്നെയാണ് പറയുന്നത്. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ് വ ഇന്നഹു അലാ ദാലിക ലഷഹീദ് വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവൻ പണത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. തൊട്ടപ്പുറം കൽപ്പിച്ചതിലോ പണം ഒരുമിച്ച് കൂട്ടുന്നു, അതിങ്ങനെ എണ്ണിക്കണക്കാക്കുന്നു. പണത്തെ പൂജിക്കുന്ന ആളുകൾ, ധനത്തെ പൂജിക്കുന്ന ആളുകൾ നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, സക്കാത്തവന് കൊടുക്കാൻ തയ്യാറല്ല, സ്വതക്ക നൽകാൻ തയ്യാറല്ല, അള്ളാഹുവിൻ്റെ ദീനിനോട് ഒരു കൂറും അവന് കാണിക്കാൻ തയ്യാറില്ല. അവൻ്റെ വേഷങ്ങളിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും വീട്ടിലും മക്കളെ പഠിപ്പിക്കുന്നതിലും എല്ലാം അള്ളാഹിനോട് നന്ദികേട് കാണിക്കുന്നു. ആര് കൊടുത്ത പണം കൊണ്ടായത്? സുഹൃത പറയുന്നില്ലേ, പണം അള്ളാഹ് നിൻ്റെ കയ്യിലേക്ക് തരും, കുറേ നിൻ്റെ കയ്യിൽ വരും. അള്ളാഹ് നോക്കും ഈ പണം അർഹിക്കേണ്ടവരിലേക്കൊക്കെ ഇത് എത്തുന്നുണ്ടോ എന്ന്. ഇല്ലേ, നിൻ്റെ കയ്യിൽ നിന്ന് അതിങ്ങനെ നീങ്ങിപ്പോകും. രോഗങ്ങളായും പ്രയാസങ്ങളായും മറ്റു പരീക്ഷണങ്ങളായും നീ വിജയിക്കുമെന്ന് വിചാരിച്ച നിൻ്റെ ബിസിനസ്സിൻ്റെ കൂടാരങ്ങൾ ഓരോന്നോരോന്ന് തകർന്നുകൊണ്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നീ സീറോയിലേക്ക് എത്തുന്ന അവസ്ഥ നിനക്ക് വരും. അള്ളാഹ് നമ്മളെ കാക്കുമാറാകട്ടെ. എത്രയോ പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ലേ, എറണാകുളത്തെ
വലിയ ടെക്സ്റ്റൈൽസിൻ്റെ ഉടമയാ. കോയമ്പത്തൂരിൽ ഒരു ഹോട്ടലിൻ്റെ പിന്നിൽ ഗ്ലാസ് കഴുകുന്ന ജോലിയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വലിയ വലിയ പണക്കാർ ഈ ഗൾഫ് രാജ്യത്ത് വരും. നാട്ടിൽ കച്ചവടം തുടങ്ങിയത് പൊട്ടിയപ്പോൾ സ്ഥാപനങ്ങൾ പൂട്ടി ആളുകൾക്ക് മുമ്പിൽ മുഖം കാണിക്കാൻ കഴിയാതെ ഒരു ദിവസത്തിനപ്പുറത്തേക്ക് വിസയെടുത്ത് വളരെ പെട്ടെന്ന് ഗൾഫിലേക്ക് കയറി വന്ന എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. നാട്ടിലിറങ്ങാൻ വയ്യ, മോനെ കാണാൻ വയ്യ, മക്കളെ കാണാൻ വയ്യ. കേസുകളുമായി നാട്ടിലേക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസുകാർ കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലേ? നമ്മളങ്ങനെയല്ലല്ലോ. നമ്മൾ സീറോയിലാണ് ഇവിടെ വന്നത്. ഭാര്യയുടെ, പെങ്ങളുടെ, കുടുംബത്തിൻ്റെ സ്വത്ത് വിറ്റ്, ആഭരണങ്ങൾ വിറ്റ്, ഒരു വിസ എടുത്ത് അതിൻ്റെ കടം തീർക്കാൻ ഇവിടെ വന്ന്. പക്ഷേ അള്ളാഹു എന്തിനെന്നറിയില്ല നമ്മുടെ കയ്യിലേക്ക് പ്രതീക്ഷിക്കാതെ സമ്പത്ത് തന്നു. ഒന്നുകിൽ പരീക്ഷിക്കാൻ, അല്ലെങ്കിൽ ഇതുകൊണ്ട് അള്ളാഹ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിനെ അറിയൂ. വിജയിക്കുന്നുവോ പ്രിയപ്പെട്ടവരെ നമ്മൾ? അള്ളാഹിൻ്റെ ഖുർആൻ പറയുക, പലപ്പോഴും ഈ പണം കയ്യിൽ വരുമ്പോഴാ അതിങ്ങനെ എണ്ണിക്കണക്കാക്കി മറ്റുള്ളവരെയൊക്കെ നമ്മൾക്ക് നിസ്സാരന്മാരാണ് എന്ന് തോന്നുന്ന ഒരു കിബർ വരുന്നത് എൻ്റെ കയ്യിൽ പണം വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും, വല്ലാഹ്, അള്ളയാണ് സത്യം, മൽ ഫഖറു അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ദാരിദ്ര്യത്തെയല്ല ഞാൻ പേടിക്കുന്നത്, പക്ഷേ എൻ്റെ സമുദായമേ, നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്നത് നിങ്ങൾക്ക് ദുനിയാവ് വിശാലമായി ലഭിക്കുന്നതാണ്. കുറേ പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതാണ്. എന്നിട്ടോ നിങ്ങൾ മത്സരിക്കും, മുൻഗാമികൾ മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കും. നിങ്ങൾ നശിപ്പിക്കപ്പെടും, മുൻഗാമികൾ നശിപ്പിക്കപ്പെട്ടതുപോലെ. പണത്തിൻ്റെ പിന്നാലെ പോയി, നിസ്കാരമില്ല, സക്കാത്ത് കൊടുക്കാൻ തയ്യാറില്ല, ദീനിനോട് പുച്ഛം കാണിക്കുന്ന ആളുകളായിട്ട് മാറും. അല്ലേ? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. പണം കയ്യിൽ വരുമ്പോഴും വരാതിരിക്കുമ്പോഴും പ്രിയപ്പെട്ട നോമ്പുകാരെ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിൻ്റെ ജീവിതത്തിന് നിങ്ങളൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ ജീവിക്കണം, ഇവിടെ നല്ല വീട് വേണം, താമസിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും വേണം. കാലാകാലം ഈ ദുനിയാവിൽ ഞാൻ എത്ര ജീവിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. പക്ഷെ ഒരു വീടെടുക്കുമ്പോൾ ആ വീടിൻ്റെ പ്ലാന് കാണുമ്പോൾ തോന്നിപ്പോകുന്നത് ഇവൻ ഈ ഭൂമിയിൽ മരിക്കാതിരിക്കുന്ന വ്യക്തിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് വീടിൻ്റെ പ്ലാനുകൾ, ഇവൻ്റെ കണക്ക് കൂട്ടലുകൾ. താൻ ഉണ്ടാക്കിയ വീട്ടിൽ കയറി താമസിക്കും എന്ന് പോലും ഈ വ്യക്തിക്ക് ഉറപ്പില്ല. പക്ഷേ ആ വീടിന് വേണ്ടി 25 കൊല്ലം ഗൾഫിൽ അധ്വാനിച്ചിട്ടും അതിൻ്റെ കടം തീർക്കാൻ കഴിയുന്നില്ല. ഖബറിൽ കിടക്കുമെന്നുറപ്പാ, ഖബറെന്ന വീട്ടിൽ കിടക്കേണ്ടി വരുമെന്നുറപ്പാ. പക്ഷേ ആ ഖബറിന് വേണ്ടി ഒന്നും തയ്യാറാക്കി വെച്ചിട്ടുമില്ല. അള്ളാഹ് ചോദിക്കുന്നു, മനുഷ്യ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം, നിന്നെ എന്താ പറ്റിച്ച് കളയുന്നത്, നിന്നെ എന്താ ചതിച്ച് കളയുന്നത്? ഓഫർ കാണുമ്പോൾ ഓഫറിൻ്റെ പിന്നാലെ പോകും. ഒരു കാറിൻ്റെ പിക്ചർ തൂക്കിയിട്ട് ഇതിലേക്ക്, ഈ കടയിലേക്ക്, ഈ ഷോപ്പിംഗ് മാളിലേക്ക് വരാൻ വേണ്ടി പറയുമ്പോൾ ഓടിക്കൂടും. എന്തിനാ? ദുനിയാവിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടുക. റമദാനിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ ആളുകളില്ല. റമദാനിൽ ഏത് നന്മക്കും ഇരട്ടി കൂലിയുണ്ടെന്ന് പറയുമ്പോൾ ആ നന്മ സമ്പാദിക്കാൻ ആളുകൾക്ക് തിരക്കില്ല. സഹോദരങ്ങളെ, ദുനിയാവിന് വേണ്ടിയാണ് നമ്മളൊക്കെ തിരക്ക് കൂട്ടുന്നത്. അള്ളയാ ചോദിക്കുന്നത്, നിന്നെ എന്താ മനുഷ്യ പറ്റിക്കുന്നത്, നിന്നെ എന്താ പറ്റിക്കുന്നത്? നീ വിചാരിക്കും കുറേ കാലം ഇവിടെ ജീവിക്കുമെന്ന്, നീ വിചാരിക്കും നീ സമ്പാദിച്ച് നീ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് മുഴുവനും നീ അനുഭവിക്കുമെന്ന്. റസൂലുള്ളാഹി പറയുന്നില്ലേ, യഖൂലുൽ അബ്ദു, ഒരു മനുഷ്യൻ പറയാ, മാലി മാലി, എൻ്റെ പണം, എൻ്റെ പണം. ഇതാണ് ഉറക്കിലും ഉണർവിലുമൊക്കെ നമ്മൾ പറയുന്നത്, എൻ്റെ പണം. അവിടെ തുടങ്ങിയാൽ എന്ത് ലാഭം കിട്ടും? ഇവിടെ തുടങ്ങിയാൽ നഷ്ടം സംഭവിക്കുമോ? ഒരു 100 റിയാൽ ഒരാളെ സഹായിക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. എന്ത് ലാഭമുണ്ട് എന്ന നമ്മളൊക്കെ ചിന്തിക്കുന്നത്. പണത്തെ പൂജിക്കുന്ന, പണത്തെ ആരാധിക്കുന്ന ഈ മനുഷ്യരോട് റസൂലുള്ളാഹി പറയുക, നീ പണം പണം എന്ന് പറഞ്ഞുകൊണ്ട് വിചാരിക്കുന്നു. വ ഇന്ന മാലഹു മിൻ മാലിഹി സലാസുൻ, 3 കാര്യത്തിൻ്റെ പണമേ മനുഷ്യ നിനക്കുള്ളൂ. മാ അക്കല ഫഅഫ്ന, തിന്നെങ്കിൽ നിനക്കത് കിട്ടി. ഔ ലബിസ ഫഅബ്ല, നീ ധരിച്ചു തുരുമ്പിച്ചത് ധരിച്ചെങ്കിൽ അതും കിട്ടി. ഔ അഅത ഫഅഫ്ന, റസൂലുള്ളാഹി പറയുന്നു, നീ എന്തെങ്കിലും ദാനം നൽകിയെങ്കിൽ
അതും നിൻ്റെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടാകും. മാ സിവാ ദാലിക ഫഹുവ ദാഹിബുൻ, ഇതല്ലാത്തത് മുഴുവനും പോകും. അല്ലേ? നീ കുടിച്ചത് നിനക്ക് കിട്ടി, നീ ധരിച്ചത് നീ അനുഭവിച്ചു, നീ ദാനങ്ങളായിട്ട്, നീ സ്വതക്കയായിട്ട് ആർക്കെങ്കിലും നൽകിയാൽ, നീ എന്തെങ്കിലും ദാനം നൽകിയാൽ ആ ദാനത്തിൻ്റെ കൂലിയും നിനക്ക് കിട്ടി. ഇത് മൂന്നുമല്ലാത്തത് നീ ബാങ്കിൽ നിക്ഷേപിക്കുന്നില്ലേ, ആർക്കും ഒരു ഉപകാരത്തിനും എത്താത്ത പണം, അല്ലേ? ആളുകൾ അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി നിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. നിൻ്റെ കുടുംബക്കാർ, പാവപ്പെട്ട നിൻ്റെ കുടുംബക്കാർ, അമ്മായിമാരുണ്ട്, മുത്താപ്പന്മാരുണ്ട്, അളാപ്പന്മാരുണ്ട്, ചോദിച്ചു, നീ കൊടുത്തില്ല. ദീനിന് വേണ്ടി നീ ഒന്നും ചെയ്തില്ല. എല്ലാം നീ കുമിഞ്ഞുകൂട്ടി, നീ നിൻ്റെ അക്കൗണ്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ബാലൻസുകൾ പരിശോധിച്ച് നീ സന്തോഷിച്ചു. എന്തുണ്ട് നിനക്ക്? നീ മരിച്ചാൽ കൊണ്ടുപോകുമോ? ഇല്ല. നീ മരിച്ചാൽ ഈ പണം കൊണ്ട് ഉപകാരം കിട്ടുമോ? ഇല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അത് പോയി. നിൻ്റെ അനന്തരവന്മാർ ആ സ്വത്ത് അവർ ഓഹരി വെക്കുന്ന തിരക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹ് നമ്മൾക്ക് തന്ന ഒരു റിയാലുണ്ടെങ്കിൽ ആ ഒരു റിയാൽ ഒന്നുകിൽ ഈ ദുനിയാവിലും അതുപോലെ തന്നെ പരലോകത്തും നമ്മൾക്ക് വേണ്ടി ഉപകാരപ്പെട്ടേ മതിയാകും. വളരെ സ്നേഹത്തോടുകൂടി, വളരെ വിനയത്തോടുകൂടി, വളരെ ആത്മാർത്ഥമായിട്ടാണ് പ്രിയപ്പെട്ട പ്രവാസികളെ പറയുന്നത്. എല്ലാവരും അധ്വാനിക്കാൻ വന്നവരാ. പ്രവാസത്തിൻ്റെ ലോകത്ത് നമ്മൾ പരസ്പരം കഷ്ടതയെക്കുറിച്ച് വിശദീകരിച്ച് പറയേണ്ടതില്ലല്ലോ, അല്ലേ? അത്താഴം കഴിക്കാൻ നമ്മൾ എന്ത് കഴിക്കുന്നു എന്ന് നമ്മൾക്കറിയാം. നോമ്പ് തുറക്കുമ്പോൾ നമ്മളെന്ത് തുറക്കുന്നുവെന്ന് നമ്മൾക്കറിയാം. പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്തും നമ്മുടെ വീടുകളിലേക്ക് ജോലി കഴിഞ്ഞ് അസറിന് ശേഷവും അസറിന് മുമ്പ് നമ്മൾ വിളിക്കും, എന്തൊക്കെയാണ് ഇന്ന് വാങ്ങിയതെന്ന്. മക്കളുടെ സന്തോഷം കാണുമ്പോൾ, പൊന്നുമ്മയുടെ സന്തോഷം കാണുമ്പോൾ, ഇവിടെ നിറക്കണ്ണുകളോടെ അവർ വാങ്ങിയതും അവർ ധരിക്കുന്നതും അവരനുഭവിക്കുന്ന സുഖവുമൊക്കെ കണ്ണുനീരിൻ്റെ ഒരു മാധുര്യത്തോടു കൂടി നമ്മളതൊക്കെ അനുഭവിക്കാറുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ഇവരാരും നമ്മുടെ കൂടെ ഖബറിൽ ഉണ്ടാവുകയില്ല. ഇവരാരും നമ്മുടെ കൂടെ ഖബറിൽ നമ്മൾക്ക് രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഓരോ മാസം എൻ്റെ ശമ്പളം വൈകുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത്, എനിക്കിവിടെ ചെലവിനില്ലെങ്കിലും എൻ്റെ മക്കളും മാതാപിതാക്കളും ഭാര്യയും കുടുംബവും അവരെ പ്രയാസത്തിലാക്കുന്നതിന് പകരം അവർക്കെങ്കിലും നൽകാൻ എനിക്ക് ശമ്പളത്തിൻ്റെ പകുതിയെങ്കിലും നൽകണേ എന്ന് നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ? അതോടൊപ്പം നാം ചിന്തിക്കുക, എന്തെങ്കിലും ധരിച്ചാൽ അത് കിട്ടി, എന്തെങ്കിലും കുടിച്ചാൽ അത് പോയി. അതിലപ്പുറത്തേക്ക് നാം ശേഖരിച്ച് വെക്കുന്ന പണം കൊണ്ട് നാളെ പരലോകത്ത് ഉപകാരവും ലഭിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അനന്തരവന്മാർക്കായിരിക്കും അതുകൊണ്ടുള്ള ഉപകാരം ലഭിക്കുന്നത്. അതുകൊണ്ട് സമ്പത്ത് കയ്യിൽ വരുമ്പോൾ, നമ്മുടെ കയ്യിൽ പണം വരുമ്പോൾ അള്ളാഹുവെ മറക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾക്കുണ്ടാകരുതേ എന്ന് നാം ഓർമ്മിക്കുക. അള്ളാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ, ഔവാലക്കും, നിങ്ങളുടെ ധനം, വ ഔലാദുക്കും, നിങ്ങളുടെ മക്കൾ, അൻ ദിക്രില്ലാഹ്, അള്ളാഹിനെക്കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമ്മുടെ ധനമോ മക്കളോ നമ്മൾക്കൊന്നും തടസ്സമായി പോകരുത്. തടസ്സമായാൽ ഹബീബായ റസൂലുള്ള പറയുന്നു, തഇസ അബ്ദുദ്ദീനാർ, ദീനാറിൻ്റെ അടിമ നശിച്ചു പോകട്ടെ, വദ്ദിർഹം, ദിർഹമിൻ്റെ അടിമയും നശിച്ചു പോകട്ടെ. അഥവാ പണത്തെ പൂജിക്കുന്നവൻ തുലഞ്ഞു പോകട്ടെ എന്ന് റസൂലുള്ള പറയുക. എന്നിട്ട് അവൻ്റെ പ്രത്യേകത എന്താ? അള്ളാഹ് എന്തെങ്കിലും അവന് കൊടുത്താൽ അള്ളാഹിനെക്കുറിച്ച് നല്ലത് പറയും. അള്ളാഹ് എന്തെങ്കിലും കൊടുക്കാതിരുന്നാലോ അള്ളാഹിനെക്കുറിച്ച് തൃപ്തിയുള്ള വാക്കുകൾ പറയാത്ത മനുഷ്യൻ. ഈ ദുനിയാവിൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്നവനും അള്ളാഹ് ഇഷ്ടപ്പെടാത്തവർക്കും അള്ളാഹ് ഇഷ്ടം പോലെ കൊടുക്കും. പക്ഷേ പരലോകത്തോ അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ദുനിയാവ് അള്ളാഹ് കാഫിരീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും കൊടുത്തെന്ന് വരാം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്കും കൊടുക്കാം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവർക്കും ഈ ദുനിയാവിൽ കൊടുക്കാം. പക്ഷേ പരലോകത്ത് പടച്ചറബിന് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമേ അള്ളാഹ് കൊടുക്കൂ. നമ്മൾ അവിടെയാ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ധനത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ, എൻ്റെ പരലോകത്ത് എനിക്കത് നഷ്ടപ്പെടുമോ എന്ന് നമ്മളെപ്പോഴും ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇത്രയേ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളൂ. പ്രവാസ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും സക്കാത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. വരുമാനത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വരുമാനവും ചെലവും മാത്രം കൂട്ടും. എൻ്റെ കയ്യിലുള്ള ബാലൻസുകളും ആ കയ്യിലുള്ള പണം കൊണ്ട് എൻ്റെ ഖബറിൽ ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും ഒരു നന്മ
ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മളാരും പലപ്പോഴും ചിന്തിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നാം മരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഖബറിൽ ഖിയാമത്ത് നാൾ വരെ, ഖബറിൽ ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ഖബറിൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് വലിയ വലിയ കൂലികൾ കിട്ടുന്ന ഒരുപാട് പുണ്യകർമ്മങ്ങൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ട് പണം നമ്മൾക്ക് ദീനിൻ്റെ വിഷയത്തിൽ തടസ്സമാകരുത്, അല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്തിൽ പ്രമുഖരല്ലേ പ്രിയപ്പെട്ടവരെ? ഇവരൊക്കെ വലിയ കച്ചവടക്കാരായിരുന്നു, വലിയ ലോകം കണ്ട ബിസിനസ്സുകാരാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുമൊക്കെ ഇവരുടെ കച്ചവടം, ഇവരുടെ പണം ഒന്നും അള്ളാൻ്റെ സ്വർഗത്തിന് തടസ്സമായില്ലല്ലോ. നമ്മൾക്ക് കയ്യിൽ കാശ് വരുമ്പോൾ കച്ചവടക്കാർ പറയുക, കണ്ണടക്കാതെ കച്ചവടം ചെയ്യാൻ പറ്റില്ല, കണ്ണടക്കാതെ ഇത്തിരിയൊന്നും കളവില്ലാതെ, ഇത്തിരിയൊക്കെ ചതിയില്ലാതെ ഈ ഗൾഫ് രാജ്യത്ത് കച്ചവടം ചെയ്യാൻ പറ്റില്ല. ആർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്? ആരോടാണ് ഇത് പറയുന്നത്? എൻ്റെ റൂമിൽ നിന്ന് എൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് എൻ്റെ കാൽ അത് വെച്ച സ്ഥലത്ത് നിന്ന് ഒന്ന് മുന്നോട്ട് അനക്കണമെങ്കിൽ അള്ളാൻ്റെ തൗഫീക്ക് വേണം. ആ അല്ല കേൾക്കാതെ ചിന്തിക്കാനൊക്കുമോ നമ്മൾക്ക്? അല്ലേ? അള്ളാനെ പറ്റിച്ചുകൊണ്ട് കച്ചവടം, അള്ളാനെ പൊട്ടീസാക്കി കച്ചവടം, വല്ലാഹി പറഞ്ഞ് വല്ലാഹി ഇട്ടുകൊണ്ട് കളവ് കച്ചവടം ചെയ്യുന്ന, അത് ചെയ്യിപ്പിക്കുന്ന മുതലാളിമാരും തൊഴിലാളികളും, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യും. നമ്മൾക്ക് കുറവാ. എൻ്റെ ഭാര്യയുടെ ഉപ്പ ഇതറിയുമോ? എൻ്റെ നാട്ടുകാരറിയുമോ? എൻ്റെ കുടുംബം അറിയുമോ? നമ്മൾക്കത് നാണക്കേടായി തോന്നുന്നു. പക്ഷേ യസ്തഖ്ഫൂന മിനന്നാസ്, ആളുകൾ അറിയുന്നത് ഇവരൊക്കെ പേടിക്കുകയാണ്. വലാ യസ്തഖ്ഫൂന മിനല്ലാഹി ഷൈആ വഹുവ മഅഹും, അല്ല കൂടെയുണ്ടല്ലോ, അവരോടൊപ്പമുള്ള അല്ല ഇതറിയുന്നുമോ എന്ന്, അല്ലേ? വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും, അവൻ്റെ കൂടെ അല്ലയുണ്ട്, അല്ല അറിയോ എന്ന് ആരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളാരും ഇന്നലൊക്കെ ഹറാമുകളിലേക്ക് നമ്മൾ എത്തരുത്. അല്ല തന്നത് സ്വീകരിക്കുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നു. അല്ല എനിക്ക് വിധിക്കാത്തത് ഹറാമ് ചെയ്തുകൊണ്ട് തേടിപ്പിടിക്കാൻ ഞാൻ ചെയ്യരുത്. എൻ്റെ കയ്യിലെ പണം എനിക്ക് ഉപകാരം കിട്ടണം, ദുനിയാവിലും പരലോകത്തും, എൻ്റെ കുടുംബത്തിനും ദുനിയാവിലും പരലോകത്തും. ആ നിലക്കായിരിക്കണം നാം ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടത്. അഹങ്കാരത്തിൻ്റെ ഒരു തരിമ്പ് പോലും നമ്മൾക്കുണ്ടാകരുത്. കയ്യിൽ ഒരിത്തിരി വരുമ്പോൾ ഇല്ലാത്തവനോട് പുച്ഛം തോന്നരുത്, അപമാനം തോന്നരുത്. അവനെപ്പോലെ നമ്മളും ഒരു കാലത്ത് നടന്നിരുന്നു എന്ന ഒരു ബോധ്യം എപ്പോഴും നമ്മൾക്കുണ്ടാകണം. ഏത് സമയത്തും ഈ പണം അല്ല പിൻവലിക്കും, ആ ഒരു ബോധവും നമ്മൾക്കുണ്ടാവുക. അല്ലാഹു തആല മാരക പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഏതവസ്ഥയിലും നീ ഞങ്ങൾക്ക് പരീക്ഷണം തരികയാണെങ്കിൽ മുഅ്മിനായിക്കൊണ്ട് പരീക്ഷണത്തെ തരണം ചെയ്യാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റയ്യാനിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.